ഹായ് SL ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം, ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ അവരത് നിങ്ങളോട് പറയുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇതേപോലുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൽ പറയാത്ത മറ്റു കുറച്ച് പോയിന്റ്സ് ഉണ്ടെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്കൊരു പെൺകുട്ടിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് കഴിയുക എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഷീ വിൽ ലിസൺ. അതായത് പെൺകുട്ടികൾക്ക് സാധാരണ ഒരുപാട് സംസാരിക്കാനാണ് ഇഷ്ടം ഉണ്ടാവുക. സംസാരപ്രിയരാണ് പെൺകുട്ടികൾ പൊതുവേ ഉള്ളത്. പക്ഷേ ഇവർ നിങ്ങൾ പറയുന്ന കാര്യം കേട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള ഒന്നാമത്തെ സൈനായിട്ട് എടുക്കാം. കാരണം കേട്ടിരിക്കുക എന്നുള്ളത് ഇവർക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. എത്ര വേണമെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ പണ്ട് നടന്ന കാര്യങ്ങൾ വരെ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതല്ലെങ്കിൽ എവിടെയെങ്കിലും കേട്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും സംസാരിച്ചിരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ കേട്ടിരിക്കാൻ അത്ര വലിയ താല്പര്യമില്ലാത്തവരാണ് പെൺകുട്ടികൾ സാധാരണയായിട്ട് കാണാറുള്ളത്. പക്ഷേ ഇവര് നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് താല്പര്യത്തോടു കൂടി കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളോട് എന്തോ ഒരു ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇവരിങ്ങനെ കേൾക്കുന്നുണ്ടാവുക. ഇനിയിപ്പോൾ അഥവാ നിങ്ങളോട് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും തിരക്കുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് മെല്ലെ എഴുന്നേറ്റ് പോവുകയാണ് ചെയ്യാം. പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള ഒന്നാമത്തെ സൈനായിട്ട് എടുക്കാവുന്നതാണ്. നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും അവൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളെ കാണാനാണെന്നുണ്ടെങ്കിലും സംസാരിക്കാനാണെന്നുണ്ടെങ്കിലും ഏതൊരു കാര്യത്തിനും അവർ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ടായിരിക്കും. ഏതൊരു സിറ്റുവേഷനിലാണ് നിങ്ങളെ കാണാൻ പറ്റുക അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളോടും സംസാരിക്കാൻ പറ്റുക, ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കും അവർ. ചിലപ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവും. എന്തെങ്കിലും ഒരു ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളെ വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ എത്ര തിരക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നൊന്ന് മീറ്റ് ചെയ്താലോ, ഇങ്ങനെയൊക്കെ നിങ്ങളോട് പറയുന്നുണ്ടാവും. അതല്ലെങ്കിൽ വാ നമുക്കൊന്ന് ജസ്റ്റ് നമുക്ക് പുറത്തുനിന്ന് പോയിട്ട് വരാം, ഈ രീതിയിലൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഇവൾ എന്തിനാണ് ഇപ്പോഴും എന്നെ കാണണമെന്ന് പറയണത്, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിക്കും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യണമെന്നുള്ളത്. സംഭവം ഇത്രയേ ഉള്ളൂ, നിങ്ങളോട് അവർക്ക് എന്തോ ഒരു ഇഷ്ടമുണ്ട്, പക്ഷേ പറയാനൊട്ട് വയ്യേനും. പക്ഷേ ആ ഇഷ്ടം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മനസ്സിൽ ആഗ്രഹവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവരെങ്ങനെ പെരുമാറുന്നുണ്ടാവുക. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളെ കാണാനോ സംസാരിക്കാനോ നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് എടുക്കുന്നത് കാണാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. ദെൻ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് കോംപ്ലിമെന്റ്സ് നൽകുന്നു എന്നുള്ളതാണ്. ഈ കോംപ്ലിമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആവില്ല. ചിലപ്പോൾ അധികം ആരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾക്ക് പോലും അവർ വളരെ കൃത്യമായി ഇത് നോട്ടീസ് ചെയ്തിട്ട് നിങ്ങളോട് കോംപ്ലിമെന്റ് നൽകുന്നുണ്ടായിരിക്കും. അതായത് ആ സംഭവം അടിപൊളിയായിരുന്നു, ചിലപ്പോൾ നിങ്ങളൊക്കെ ഇത് അത്ര വലിയ കാര്യമല്ല എന്ന് പറഞ്ഞ് വിട്ട് കളഞ്ഞ കാര്യമായിരിക്കാം. പക്ഷെ അതിനെ വളരെ സീരിയസ് ആയിട്ട് കാണുക, അതല്ലെങ്കിൽ ഒരു വലിയ കാര്യമായിട്ട് കണ്ടിട്ടൊക്കെ നിങ്ങൾക്കൊരു കോംപ്ലിമെന്റ് നൽകുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. ചിലപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. പക്ഷെ അവരുടെ മനസ്സിൽ അതൊരു വലിയ കാര്യം മാറിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. സാധാരണ പെൺകുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ആരെങ്കിലുമൊക്കെ, ഇപ്പം അവർ സ്നേഹിക്കുന്ന പയ്യനാണെങ്കിലും ചെയ്ത് കാണുകയാണെങ്കിൽ, സ്പെഷ്യലി സ്നേഹിക്കുന്ന പയ്യൻ തന്നെ ഇപ്പം ചെയ്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു സംഭവമായിട്ട് ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കും. അതായത് അവൻ എങ്ങനെ ചെയ്തു, ഭയങ്കര നല്ലവനാണ്, നല്ല ആളാണ്, ഈ രീതിയിലായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന വളരെ ചെറിയ നല്ല കാര്യങ്ങൾക്ക് പോലും വളരെ നല്ല കോംപ്ലിമെന്റ്സ് അവർ നൽകുന്നുണ്ടായിരിക്കും. ദെൻ നമ്മുടെ ഫോർത്ത് പോയിന്റ്, നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഷൈനസ് ആണ്. എത്ര ബോൾഡ് ആയിട്ടുള്ള പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു പെൺകുട്ടി എത്ര ബോൾഡ് ആണെങ്കിലും നിങ്ങളുടെ അടുത്ത് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇരിക്കുന്ന സമയത്ത്, നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് വല്ലാത്തൊരു ഷൈനസ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ചിലപ്പോൾ അവരുടെ കണ്ണിലായിരിക്കും അത് കാണുന്നുണ്ടാവുക, അതല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലൊക്കെ ആയിരിക്കും കാണാനായിട്ട് കഴിയുന്നുണ്ടാവുക. പക്ഷേ ഈ ഒരു ഷൈനസ്, നാണം അവരുടെ പെരുമാറ്റത്തിൽ കാണാനായിട്ട് കഴിയുന്നുള്ളതാണ്. വീണ്ടും പറയുന്നു, എത്ര ബോൾഡായ പെൺകുട്ടികളാണ് എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു നാണം അവരുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകും. ഈ നാണത്തോടൊപ്പം തന്നെ അവരിലുണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് വല്ലാത്തൊരു പേടി, അതല്ലെങ്കിൽ ഒരു ടെൻഷൻ. ഇതൊക്കെ അവരുടെ പെരുമാറ്റത്തിൽ വളരെയധികം കാണാനായിട്ട് കഴിയും. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടായിരിക്കും, ഒരു കോൺസെൻട്രേഷൻ അവരുടെ പെരുമാറ്റത്തിൽ ഉണ്ടാവില്ല. അതായത് പറയുന്ന കാര്യങ്ങളിൽ പോലും ചിലപ്പോൾ അത്ര കണ്ട് കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കില്ല. ചില സമയങ്ങളിൽ നമുക്കിത് കാണാനായിട്ട് കഴിയും. പക്ഷേ ഈ ഷൈനസ് എന്ന് പറയുന്നത് നിങ്ങൾ അവരുടെ അടുത്ത് പോകുന്ന ആ ഒരു ഫസ്റ്റ് മൊമെന്റ് ഉണ്ടായിരിക്കുമല്ലോ, അതായത് എപ്പോഴാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവരുടെ അടുത്ത് പോകുന്ന സമയത്ത്, അതല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആ ഒരു ടൈമിൽ ഈ ഒരു ഷൈനസ് ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ ഇങ്ങനെ കുറച്ചു നേരം സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും അതങ്ങോട്ട് ഓക്കെ ആവും. പക്ഷേ ഈ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ നമുക്കിത് കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയമുള്ള ആ ഒരു പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക നിങ്ങളെ ആ പെൺകുട്ടിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ അത് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല.
പൊതുവെ പെൺകുട്ടികൾ എന്ന് പറയുന്നത് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിലും ഇങ്ങോട്ട് വന്നിട്ട് ഇഷ്ടമാണെന്ന് പറയണം എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളാണ്. അതുകൊണ്ട് പലരും തിരിച്ച് അങ്ങോട്ട് പോയിട്ട് എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് പറയാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ പറയാത്ത പെൺകുട്ടികളായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു കാറ്റഗറിയിലുള്ള പെൺകുട്ടിയായിരിക്കാം ഇപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക അവർക്ക് നിങ്ങളോട് ശരിക്കും ഇഷ്ടമുണ്ടോ ഇഷ്ടമല്ലേ എന്നുള്ളത്. ഇഷ്ടമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചും അവരോട് അതേ ഫീലിങ്സ് തോന്നുകയാണെങ്കിൽ അവരോട് ചെന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞേക്കുക. കാരണം പെൺകുട്ടികൾക്ക് ഇങ്ങോട്ട് ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ അത് അവർ ഒരുപാട് ആലോചിച്ചതിന് ശേഷം മാത്രം എടുത്തിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ തിരിച്ചിഷ്ടമാണെന്ന് പറയാൻ അധികം അങ്ങോട്ട് ടൈം എടുക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി മനസ്സിലായി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ തന്നെ മറ്റാർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാം എന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്